റയൽ മാഡ്രിഡിന്റെ ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ള കാര്യം, അക്സെപ്റ്റ് ദ ഡിഫീറ്റ്. 4-0 എന്നുള്ള ഒരു സ്കോറിന് PSG നാണം കെട്ട് റയൽ മാഡ്രിഡ് ടീം പരാജയപ്പെട്ടു. ആ ഒരു കാര്യം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക, വേറെ ഒരു മാർഗ്ഗമില്ല. കാരണം എന്ത് ഊളം മാച്ചാണ് റയൽ മാഡ്രിഡ് കഴിഞ്ഞ ദിവസം പുറത്തെടുത്തത്. എന്തൊക്കെ എന്റർടൈൻമെന്റ് പ്രതീക്ഷ നമ്മൾ ആ ഒരു മാച്ച് ഉറക്കൊഴിച്ച് 12:30 കണ്ടത്. ഒരു തേങ്ങ റയൽ മാഡ്രിഡ് ചെയ്തില്ല. PSG ഗോൾ കീപ്പറായിട്ടുള്ള ഡൊണറൂമക്ക് ഒരു ബെഡും ഒരു തലയണം കൊടുത്തതിന് അദ്ദേഹം ചിലപ്പോൾ അവിടെ കിടന്നുറങ്ങേനി. കാരണം ഒരു ചലഞ്ച് പോലും റയൽ മാഡ്രിഡിന്റെ ഭാഗത്തു നിന്നും ഡൊണറൂമക്ക് കിട്ടിയിട്ടില്ല. ആകെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് റയൽ മാഡ്രിഡിന്റെ ഭാഗത്തു നിന്നും വന്നത്. ടു ബി ഫ്രാങ്ക് പറയാലോ, റയൽ മാഡ്രിഡ് ടീം കുറേ മുന്നോട്ട് പോകാനുണ്ട് വെൻ കമ്പാരിങ് ഇൻ ടു PSG. അവന്മാർ ഇങ്ങനെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സീസണിലും ബാഴ്സലോണ മറ്റേ എൽ ക്ലാസിക്കോയിൽ എടുത്തിട്ട് കൊട്ടുമല്ലോ. മാച്ചിന്റെ തൊട്ടുമുമ്പ് ട്രെന്റ് അലക്സാണ്ടറിനോടും പിന്നെ ഡീൻ ഹ്യൂസിന്റെ ആ ഒരു റെഡ് കാർഡും റയൽ മാഡ്രിഡ് ടീമിനെ നല്ലപോലെ ബാധിച്ചു. പക്ഷേ ഞാൻ പറയാം, അവരുണ്ടായിട്ടും കാര്യമില്ല. ഈ ഒരു PSG ടീമിനെ പൊട്ടിക്കാൻ റയൽ മാഡ്രിഡിന് കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. PSG സബ്സ്റ്റിറ്റ്യൂട്ട് ടീം വെച്ച് കളിച്ചാൽ പോലും ഈ ഒരു റയൽ മാഡ്രിഡ് ടീമിനെതിരെ PSG ചിലപ്പോൾ വിജയിക്കും. അമ്മാതിരി നാണം കെട്ട പരാജയമാണ് റയൽ മാഡ്രിഡ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. റയൽ മാഡ്രിഡ് അങ്ങനെ എലിമിനേറ്റഡ് ആയി പോയിട്ടുണ്ട് ക്ലബ് വേൾഡ് കപ്പിൽ. നമുക്ക് നോക്കാം, റയൽ മാഡ്രിഡ് ആണ് തിരിച്ചു വരും, മിറാക്കിൾ ക്ലബ്ബാണ്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. റയൽ മാഡ്രിഡ് ഓഡിയൻസിനോട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, പ്ലീസ് അക്സെപ്റ്റ് ദ ഡിഫീറ്റ്. സോ താങ്ക് യു സോ മച്ച്.